ഖലീഫ എൻ്റെ മക്കളെ കാമിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇമാതിരി കാമിയോ. നമ്മുടെ ലാലേട്ടൻ കാമിയോ ഓക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാലും ഒന്നല്ല, രണ്ടല്ല, മൂന്ന് കിടിലൻ കാമിയോസ് ആണ്. ആ മൂന്നും നമ്മൾ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കാമിയോസ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് നടക്കുന്ന മുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ ഇട്ട് നടക്കാം. അപ്പോൾ വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ഖലീഫ. ഖലീഫ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് രോമാഞ്ചം കേട്ടോ. കാമിയോസിന് കാമിയോ, പാട്ടിന് പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, ഫൈറ്റ്, ത്രില്ലിങ് രംഗങ്ങള്, മാസ് രംഗങ്ങള്, എല്ലാം കൊണ്ടും ഒന്നും പറയാനല്ല. എയർപോർട്ടിൽ നിന്നൊക്കെ സ്മഗ്ലിങ്, നമ്മളെ സ്വർണ്ണക്കടത്തൊക്കെ ഇങ്ങനെ നമ്മളെ ത്രില്ല് അടിപ്പിക്കുന്ന രീതിയിൽ ഫുള്ള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനെയും പൃഥ്വിരാജും കൂടാതെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഈ ഇന്ദ്രൻസ് ചേട്ടനുണ്ട്. ഇന്ദ്രൻസ് ചേട്ടൻ്റെ പ്രകടനം ഒന്നും പറയാനില്ല, കിടിലൻ പ്രകടനമാണ്. അതുപോലെ സഞ്ജു ശിവറാം അടിപൊളിയായിട്ട് അദ്ദേഹത്തിന്റെ റോളുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഷമ്മി തിലകനാണ് ഇതിനകത്തെ മെയിൻ. ഒന്നും പറയാനില്ല, കിടിലൻ. നിതിൻ മുകേഷ് ഒരു അടിപൊളി ഒരു വില്ലൻ കഥാപാത്രത്തെ അദ്ദേഹം നല്ല ഭദ്രമായിട്ട്, നല്ല സ്റ്റൈലിഷ് വില്ലൻ കേട്ടോ, കിടിലനായിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജി പണിക്കർ, നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് വരുന്നത് രഞ്ജി പണിക്കറാണ്. ആമിർ അലിയുടെ അച്ഛനാണ്. അപ്പോൾ ആമിർ അലിയുടെ അച്ഛൻ രഞ്ജി പണിക്കർ കിടിലനായിട്ടുണ്ട്. അപ്പൊ രഞ്ജി പണിക്കറിന്റെ അച്ഛനായിട്ട് നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം വരുന്നത് ഒന്നും പറയാനില്ല. വരുന്നത് അവസാനമാണെങ്കിൽ ആ വരവ് ഒരു ഒന്നൊന്നര വരവാണ് മക്കളെ. പ്രകടനങ്ങളെല്ലാം കിടിലനായിട്ട്. ഞാൻ കാമിയോ നമ്മൾ ലാലേട്ടന്റെ അല്ലാണ്ട് വേറെ 2 കാമിയോ ഉണ്ട്, അത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ലാലേട്ടന്റെ ആ ഓറയുണ്ട്, അവസാനം വന്നിട്ട് ഒരു നിപ്പും ചിരിയും ഒക്കെ ഉണ്ട് മോനെ, ഒരു ഡയലോഗ് ഒക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് സുകുമാരൻ ആയ തൊട്ട് അവസാനം വരെ അദ്ദേഹം അത് കിടിലനാക്കിയിട്ടുണ്ട്. കാരണം ആ കഥാപാത്രത്തിന് നല്ല ഫിറ്റ് ബോഡിയൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ സിനിമയുടെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം ഭയങ്കര സ്മഗ്ലറാണ്, സ്വർണ്ണക്കടത്തൊക്കെ നടത്തി വലിയ സെറ്റപ്പായിട്ട് നിൽക്കുന്ന ആളാണ്. എന്നാൽ മകനായ രഞ്ജി പണിക്കറിന്റെ കഥാപാത്രത്തിന് അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. അദ്ദേഹം വേറിട്ട രീതിയിൽ ഒരു കോൺട്രാക്ടറൊക്കെ ആയിട്ട് വേറിട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അടി പറ്റുവാണ്. കാരണം രാഷ്ട്രീയക്കാരെല്ലാം കൂടിയിട്ട് അദ്ദേഹത്തെ പെടുത്തുകയാണ്. ആ പെടുത്തി കിടക്കുമ്പോൾ പൃഥ്വിരാജിന്റെ മകൻ, പൃഥ്വിരാജൻ ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അച്ഛനെ രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്വർണ്ണക്കടത്തിലോട്ട് ഇറങ്ങുകയാണ്. അതായത് സ്മഗ്ലിംഗ് ഒക്കെ. പിന്നെ അങ്ങോട്ട് ത്രില്ലിംഗ് ആണ് മക്കളെ. നമ്മുടെ എയർപോർട്ടിൽ നിന്നുള്ള സ്മഗ്ലിംഗ് ഒക്കെ, സ്വർണ്ണക്കടത്തൊക്കെ കിടിലൻ. നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ആ സ്വർണം എങ്ങനെ കടത്തുന്നു, എങ്ങനെ എത്തിക്കുന്നു, ആരെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി. ഇതിനകത്ത് 2 എയർ ഹോസ്റ്റസ്, അത് 2 പേര് വരുന്നുണ്ട് മക്കളെ. അവർ 2 പേരുടെ പ്രകടനം, അതിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കാണാം. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ആറ്റിറ്റ്യൂഡും ആ ഒരു നോട്ടവും നടപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരും. അമ്മാതിരി സീനുകളാണ് സ്വർണ്ണക്കടത്ത് സ്മഗ്ലിങ്ങിലുള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുടിപ്പകകളും, അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൂടത്തിൽ നിൽക്കുന്നവരെ ചതിക്കുന്നതും, അതൊക്കെ ഓൾറെഡി എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് സ്ഥിരം പാറ്റേൺ എന്നൊരു തോന്നലില്ല. ഒരു വേറെ രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രകടനങ്ങൾ നമുക്ക് പറയാം, എല്ലാവരുടെയും പ്രകടനങ്ങൾ കിടിലൻ പ്രകടനങ്ങളാണ്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ വൈശാഖിനെ പറ്റിയാണ്. വൈശാഖ് ചേട്ടാ നിങ്ങൾ മുത്താണ്. കാരണം വെച്ചാൽ മലയാള സിനിമയിൽ നിങ്ങളെക്കല്ലാതെ ഇപ്പം ഒരു മാസ സിനിമ എടുത്ത് വിജയിപ്പിക്കാൻ, അത് ഓരോ നടന്മാരെ ഓരോ ലെവലിൽ, നമ്മൾ പറഞ്ഞ വേറെ 2 കാമിയോ വന്നിട്ട് ആ 2 കാമിയോനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഒരു ഡയലോഗ് പോലും ഇല്ലാതെ എങ്ങനെയാണ് അവരെ കൊണ്ട് നമ്മൾക്ക് രോമാഞ്ചം വരുന്ന രീതിയിൽ ചെയ്യിപ്പിച്ചെന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. വൈശാഖ് ചേട്ടാ നിങ്ങളെ ഓരോ സീനും എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എവിടെയാണ് ഫൈറ്റ്, അല്ലെങ്കിൽ എവിടെയാണ് ത്രില്ല് തരേണ്ടത്, എവിടെയാണ് പാട്ട് തരേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനത്തെ വേണം, ചേസിങ് എങ്ങനത്തെ വേണം, ത്രില്ലടിപ്പിക്കണം, അവസാനം എങ്ങനെ കൊണ്ട് എൻഡ് ആക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അത് വെടിപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തിരക്കഥ കൈകാര്യം ചെയ്യിക്കുന്നത് നമ്മുടെ ജുനൂബി അബ്രഹാമാണ്. കിടിലൻ തിരക്കഥയാണ്. ആ തിരക്കഥയുടെ പവർ തന്നെയാണ് ഈ സിനിമ വൈശാഖ് ചേട്ടന് ഇത്ര കിടിലനായിട്ട് മേക്ക് ചെയ്യാൻ കാരണം. അദ്ദേഹം തന്നെയാണ്, ജുനൂബി അബ്രഹാം തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പങ്കാളിയും കൂടെയാണ്. കിടിലനായിട്ട് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ പൈസയും മുടക്കിയിട്ടുണ്ട്. നമുക്കറിയാം എയർപോർട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ കിടിലനായിട്ടുള്ള സീനുകളും ചേസിങ്ങും ഫൈറ്റും സ്ഫോടനങ്ങളും എൻട്രി, പൃഥ്വിരാജിന്റെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും മറ്റ് കാമിയോസിന്റെ ഒക്കെ എൻട്രി ഒക്കെ കാണുമ്പോൾ ബോംബാണ് കേട്ടോ. ശരിക്കും ബോംബ് പൊട്ടുന്ന പോലത്തെ എൻട്രിയും കാമിയോസും ആണ്.
പിന്നെ നമുക്കറിയാം വിഷ്വൽ വെച്ചാൽ ലൊക്കേഷൻ, ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഇവിടുത്തെ ലൊക്കേഷനൊക്കെ കിഡിലെ ലൊക്കേഷനാണ്. ആ എയർപോർട്ട് സീനുകളെല്ലാം എന്നൊക്കെ മാസാണ് മക്കളെ, മാസാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ജെയ്സ് ബിജോയ് ആണ്. കിഡിലൻ മ്യൂസിക്കാണ്. നമുക്കറിയാം, ഒന്നിട്ട് പാട്ട് നമ്മൾ കണ്ടതാണ്. ആ സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ നമുക്ക് നമുക്ക് ടെൻഷൻ, ഇതിപ്പോ എന്താണ് ഈ പാട്ട് ഇവിടെ ഇടാൻ കാരണം, എന്താണ് ഒരു 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 പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ തോന്നിപ്പിക്കുന്നു. ടെൻഷൻ അടുപ്പിച്ചിട്ട് നമ്മൾ ആ പാട്ടിന്റെ കൂടെ, ആ സിനിമയുടെ കൂടെ നമ്മളെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ പിന്നെ സഞ്ജു ശിവറാം കിഡിലനായിട്ട് അദ്ദേഹം ആ റോളൊക്കെ ചെയ്തിട്ടുമുണ്ട്. കിഡിലൻ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന സിനിമയ്ക്ക് എങ്ങനെ വേണം, എവിടെ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ചേസിങ് ഒക്കെ നടത്തുമ്പോൾ ഒരു മ്യൂസിക് ഒക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ അറിയാണ്ട് ആ മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ ബോഡി ചലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. ഓഹ്, അടിപൊളി ചേസിങ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല. സിനിമേനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഫൈറ്റ് സീനൊക്കെ അടിപൊളി ഫൈറ്റ് സീനാണ്. കുറേ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീനെല്ലാം നല്ല കിഡിലായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെയും ഈ സിനിമയിൽ ഉള്ളതിൽ കുറച്ച് ഇപ്പം 100, 98, അങ്ങനെ 95 ആ ഒരു 94% നിൽക്കുന്ന ഫൈറ്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ബാക്കിയെല്ലാം ഹൈ ലെവലാണ്. ഫൈറ്റ് സീനും അതുപോലെ തന്നെ മാസ്, പിന്നെ വയലൻസ് ഒക്കെ നല്ലപോലെ, വയലൻസ് ഒക്കെ ഇതിനകത്ത് നല്ലപോലെ ഉണ്ട്. ജോമോൻ ജോൺ ആണ് ഇതിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കിഡിലൻ എന്നാണ്. കാരണം എയർപോർട്ട് സീനുകളാണെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും ചേസിങ് ആണെങ്കിലും കാടും അതിൽ ഒട്ടും സ്ഥലമില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ അദ്ദേഹം കിഡിലനായിട്ട് ക്യാമറ എങ്ങനെയാണ് എടുത്തെന്ന് അറിയത്തില്ല. അതിന്റെ ലൈറ്റിങ്ങും കളറിങ്ങും എല്ലാം നമുക്കിങ്ങനെ അതിനകത്ത് തന്നെ നമ്മൾ ലയിച്ചു പോകും. സിനിമ തുടക്കം മുതൽ അവസാനം വരെ. ലാസ്റ്റ് കുറച്ച് സീനുണ്ട് മോനെ, നമ്മുടെ ലൂസിഫറിൽ അവസാനം വരുന്ന പോലത്തെ അതേ സെയിം പാറ്റേണിലാണ് ഇതിനെ ഒരു എൻഡ് കൊണ്ടേ കൊടുത്തത്. ലാലേട്ടനെ ഇവരെങ്ങനെ പ്ലേസ് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നിപ്പോയി. കാരണം വെച്ചാൽ സിനിമ തീരാനാവുമ്പോൾ എങ്ങനെയാണ് തീർന്നല്ലോ, ലാലേട്ടനൊക്കെ എവിടെയെന്നൊക്കെ തോന്നുമ്പോഴാണ് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് വെക്കുന്നത്. ആ വെക്കല് കിഡിലനായിട്ടാണ് കേട്ടോ. ഒന്നും പറയല്ല, കോരിത്തരിപ്പിക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അവിടെ നമ്മൾ വിചാരിച്ചു അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല മക്കളെ. ഒന്നും പറയാനില്ല. കാമിയോ 2 പേരുണ്ട്, അത് പറയാം. അപ്പോൾ അതിന് മുമ്പേ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓക്കെ, കാമിയോനെ പറയാം. ഡയലോഗ് ഒന്നുമില്ലാതെ ഒരാൾ വന്നങ്ങ് നിൽക്കും. ഒരു ചെറുബിയ ചക്കൻ, ഒരു നരുന്ത് പോലെ സൗബിൻ സാഹിർ ഇങ്ങ് വന്ന ഒരു നിപ്പുണ്ട് മോനെ. ഡയലോഗ് ഒന്നുമില്ല. എന്നാ ഓറയാന്നറിയോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ രോമൊക്കെ ഉണ്ട്. വീട്ടിൽ കൈയടിച്ചു, എഴുന്നീറ്റ് വന്ന് കൈയടിച്ചു, കിഡിലനാക്കിയിട്ട് വെച്ചോണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ കുടിപ്പകകളും മറ്റുള്ള പ്രതികാരവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കുടുംബത്തിലുള്ളവരെ തീർക്കുമ്പോൾ തിരിച്ചു തീർക്കുന്നു. അങ്ങനെ തീർക്കുമ്പോൾ ലാസ്റ്റ് മെയിൻ കഥാപാത്രത്തെ, ഒരു വില്ലൻ കഥാപാത്രത്തെ, പൃഥ്വിരാജിന്റെ കഥാപാത്രം പോട്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട്. ആ ഒഴിവാക്കി വിടുന്ന കഥാപാത്രത്തെ ലാസ്റ്റ് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞ് അങ്ങനെയുള്ളവർ നമ്മളൊന്ന് ബാക്കി വെച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ തന്നെ വലങ്കൈ, ഇടങ്കൈയോ, 2 പേരിൽ ഒരാൾ ഇവിടെ സൗബിൻ ഷാഹിർ വന്നു, മറ്റേ ആളെ കൊണ്ട് അവരാ ടീമിനെ മൊത്തമായിട്ടങ്ങ് തീർക്കുന്നുണ്ട് മോനെ. അത് മറ്റാരുമില്ല, നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ് ആണ്. കിഡിലനായിട്ട് അദ്ദേഹം വന്നിട്ട് അതങ്ങ് തീർത്ത് വിടുന്നുണ്ട്, പടം വെടിപ്പാക്കിയിട്ട്. എല്ലാം കൊണ്ടും നമ്മളെ ഈ ഓണം തൊക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മളെ തിയേറ്ററിൽ ഒരു 2.3 മണിക്കൂർ ത്രില്ല് അടിപ്പിച്ചിരിക്കാൻ നമ്മളെ രസിപ്പിച്ച് അവസാനം എങ്ങനെ തീർക്കണം നമ്മുടെ വൈശാഖിയേട്ടന് അറിയാം. അത് അമ്മാതിരി തന്നെ തീർത്തിട്ടുണ്ട്. ഓരോരുത്തരും എങ്ങനെ ഉപയോഗിക്കണം ആ രീതിയിൽ തന്നെ. ഇതിനകത്ത് കാസ്റ്റിങ് കിഡിലൻ കാസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു നല്ല കിഡിലൻ സിനിമ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ പോയി സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കാണാത്തൊരു പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വരാം. ബൈ.